നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി രണ്ടാം പ്രതി മാർട്ടിൻ. ഗൂഢാലോചനയിൽ പങ്കാളിത്തമില്ലെന്നാണ് അപ്പീലിൽ പറയുന്നത്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നത്. രേഷ്മ, നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് രണ്ടാം പ്രതി മാർട്ടിൻ. ഗൂഢാലോചനയിൽ പങ്കാളിത്തമില്ലെന്നാണ് അപ്പീലിൽ പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. അവധിക്കാല ബെഞ്ചായിരിക്കും ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക. പ്രധാനമായിട്ടും മാർട്ടിൻ ആന്റണി ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദമെന്ന് പറയുന്നത് ഈ ഗൂഢാലോചനയിൽ തനിക്ക് പങ്കാളിത്തമില്ല. അതുമാത്രമല്ല, ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഈ നടി ഒരു കാറിൽ വെച്ചാണ് ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നത്. ആ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് താൻ ആ കാറിൽ ഉണ്ടായിരുന്നില്ല. ഈ നടിയെ കൊണ്ടുവരാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ഡ്രൈവർ മാത്രമായിരുന്നു താൻ. ആ ഒരു പേരും പറഞ്ഞാണ് തന്നെ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ ഫെബ്രുവരി 11-ാം തീയതി 2017 ഫെബ്രുവരി 11-ാം തീയതി ഈ പ്രോസിക്യൂഷൻ വിക്ടേഴ്സ് ആയിട്ടുള്ള നെൽസണിന്റെ വീട്ടിൽ വെച്ച് 1 മുതൽ 3 വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് താൻ പങ്കുചേർന്നില്ല എന്നുള്ളൊരു വാദമാണ് മാർട്ടിൻ ആന്റണി വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ പറയുന്ന പൾസ് സുനിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ തനിക്ക് നേരത്തെ മുൻപരിചയമൊന്നുമില്ല. തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളൊരു കുറ്റവും തനിക്കുമേൽ ചാർത്തിയിട്ടുണ്ട്. 8-ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. 8-ാം പ്രതിക്ക് മാനദണ്ഡമായിട്ടുള്ള ഈ വെറുതെ വിട്ടതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ തനിക്കും ബാധകമാണ്. പക്ഷേ അതൊന്നും തന്നെ കീഴ്ക്കോടതി മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നുള്ളതാണ് മാർട്ടിൻ ആന്റണിയുടെ ആവശ്യം. എന്തായാലും മാർട്ടിൻ ആന്റണി ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഗൂഢാലോചന കുറ്റം തനിക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, കൂട്ടബലാത്സംഗ കുറ്റവും തനിക്ക് ചുമത്തിയിട്ടുണ്ട്. 20 വർഷം കഠിന തടവും പിഴയുമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. എന്തായാലും പ്രതികളൊക്കെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ ദിലീപിനെ കുറ്റമുക്തനാക്കിയതിനെതിരെയും പൾസർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ നൽകിയതിനെതിരെ അപ്പീൽ സമർപ്പിക്കും. എന്തായാലും ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ 5ഉം 6ഉം പ്രതികളായിട്ടുള്ള വടിവാൾ സലീം, പ്രദീപ് എന്നിവരും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അവധിക്കാല ബെഞ്ചായിരിക്കും മാർട്ടിൻ ആന്റണിയുടെ അപ്പീൽ പരിഗണിക്കുക. അമൽ, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.